എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 ആണ്ട് മകരമാസം 13-ാം തീയതി 27/1/2026 ചൊവ്വാഴ്ച. ഇന്ന് സുബ്രഹ്മണ്യ സ്വാമിക്കും ഭഗവതിക്കും ചാമുണ്ടേശ്വരിക്കും ഒക്കെ വഴിപാടുകൾ നടത്തുകയും അവരുടെ മന്ത്രങ്ങൾ ജപിക്കേണ്ടതൊക്കെ ഒരു ദിവസമാണ്. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുകൂലമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. എല്ലാവരും അവരവരുടെ വിശ്വാസം അനുസരിച്ച് ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. മേടരാശിക്കാരുടെ ഫലമാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ധാരാളം കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്ത് തീർക്കാൻ പറ്റുന്ന അവസരം തെളിഞ്ഞു വരുന്ന ദിവസമാണ്. പുതിയ വാഹനങ്ങൾ വാങ്ങുവാനോ അത് ഉപയോഗിക്കാനോ ഒക്കെ പറ്റുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ആരോഗ്യകാര്യത്തിൽ മെച്ചപ്പെട്ട ഒരു തീരുമാനമെടുക്കുകയോ അല്ലെങ്കിൽ മാറ്റം വരികയൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നു. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയതായി വരുന്ന തൊഴിലുകൾ ലഭിക്കുവാനും പുതിയ പ്രോജക്റ്റുകൾ ലഭിക്കുവാനും ഒക്കെ സാധ്യതയുണ്ട്. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. തൊഴിൽ മാറ്റത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായൊരു തൊഴിൽ മാറ്റം ലഭിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടതായി വരാം. ചില വാണിങ്ങുകൾ ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. കാര്യക്ഷമമായ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും നിർവഹിക്കണം. അതിനുവേണ്ടി ശ്രദ്ധ വയ്ക്കുക. നിയമം കൈകാര്യം ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. പല കാര്യങ്ങൾക്കും പുതിയ തീരുമാനങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്ന ദിവസമാണ്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കുക. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ആരോഗ്യത്തിന് കുറച്ച് മെച്ചപ്പെട്ട ദിവസമാണ്. വിവാഹാധികാര്യങ്ങൾക്ക് ഒരുങ്ങുന്നവർക്ക് വളരെയധികം അനുകൂലമായ മറുപടി ലഭിക്കുന്ന ദിവസമാണ്. എന്നാൽ കമിതാക്കൾക്ക് പ്രതികൂലമായ ഒരു ദിവസമായിരിക്കും. കലഹങ്ങളും വഴക്കുകളും തർക്കങ്ങളും കൊണ്ട് വിവാഹത്തിൽ വരെ എത്താവുന്ന കാര്യങ്ങൾ വഴുതിപ്പോകാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് വിവാഹം നിശ്ചയിച്ചിരിക്കുന്നവർക്കും പെൺകുട്ടിക്കോ അല്ലെങ്കിൽ പുരുഷനോ മനംമാറ്റമുണ്ടായി അത് വേണ്ടെന്ന് വയ്ക്കാനൊക്കെ സാധ്യത ഉള്ള ഒരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് ആത്മസംയമനം പാലിക്കുകയും തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുകയും ചെയ്യുക. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. കലാകാരന്മാർക്ക് ഏറ്റവും ഉചിതമായ ദിവസമായിരിക്കും. എഴുത്തുകാർക്ക് ഏറ്റവും നല്ല ദിവസമായിരിക്കും ഇന്ന്. മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. കാർഷിക മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് വളരെയധികം സന്തോഷം ലഭിക്കുന്ന ദിവസമായിരിക്കും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. പുതിയ അപേക്ഷകൾ സമർപ്പിക്കാൻ ഏത് തരത്തിൽപ്പെട്ടവർക്കും ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും ഉതകിയ ഒരു ദിവസമായിരിക്കും. ഗുരുത്വം എന്ന് പറയുന്ന ഒരു ഫലം കൊണ്ട് വളരെയധികം ഐശ്വര്യപൂർണ്ണമാകുന്ന ഒരു സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്കും മാറ്റങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. ജോലിഭാരം കൂടുന്നതുകൊണ്ട് ചില വൈഷമ്യങ്ങൾ ഉണ്ടാകുന്നതൊഴിച്ചാൽ ബാക്കി എല്ലാ കാര്യത്തിലും വളരെ നല്ല ഒരു ദിവസമായിരിക്കും. പുണർദം നക്ഷത്രത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അലക്ഷ്യമോ അനാസ്ഥയോ കാണിച്ച് ഔദ്യോഗിക രംഗത്തുനിന്ന് ചില വിമർശനങ്ങൾക്ക് പാത്രീഭവിക്കുവാൻ സാധ്യത കാണുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോയാൽ അത് ഒഴിവാക്കാവുന്നതാണ്. ഇന്നത്തെ ദിവസം ഏറ്റവും ആനന്ദകരവും ഭാഗ്യകരവുമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്താനങ്ങൾക്ക് ഉയർച്ച കണ്ട് മനസ്സമാധാനം ഉണ്ടാകാൻ ഉതകുന്ന ഒരു ദിവസമായിരിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വിദേശ ജോലി അന്വേഷിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം പ്രയോജനപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ദിവസമാണ്. ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും അല്ലെങ്കിൽ മംഗളകർമ്മങ്ങൾ തീരുമാനിക്കാനുമൊക്കെ ഉള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധിവരെ സമാധാനം കണ്ടെത്താൻ സാധ്യതയുള്ള ദിവസമാണ്. കുടുംബാംഗങ്ങളുമായി സഹകരിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ സാധ്യതയുള്ള ദിവസമായിരിക്കും. നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പൊതു കാര്യങ്ങൾ ചെയ്യുന്നവർക്കും പൊതുപ്രവർത്തകർക്കുമൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. സുഹൃത്തുക്കളിൽ ചിലർ അകന്നു പോകാൻ സാധ്യതയുള്ളതൊഴിച്ചാൽ ഇന്നത്തെ ദിവസം മറ്റു കാര്യങ്ങളിലെല്ലാം വളരെ അനുകൂലമായി കാണുന്നു.
അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്തരം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ആരോഗ്യപ്രദമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. ശാരീരികമായും മാനസികമായും ആരോഗ്യമുണ്ടാകുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. ലോഹനിർമ്മിതമായ വസ്തുക്കൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് അതിൽ വളരെയധികം ലാഭം കൊയ്യാൻ സാധിക്കുന്ന ദിവസമാണ്. എഴുത്തുകാർക്ക് ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും. സാമ്പത്തിക കാര്യങ്ങൾ വിഷമിക്കുന്നവർക്ക് പ്രതീക്ഷ ഉണ്ടാകുന്ന ദിവസമാണ്. അതുപോലെ കേസ് വഴക്ക് കൈകാര്യം ചെയ്യുന്നവർക്കും കേസ് വഴക്കുമായി ബന്ധപ്പെട്ട് വിഷമിക്കുന്നവർക്കുമൊക്കെ അനുകൂലമായ ചില ആശയങ്ങൾ അല്ലെങ്കിൽ സന്ദേശങ്ങൾ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ സ്ത്രീകൾ മൂലം പുരുഷന്മാർക്കും പുരുഷന്മാർ മൂലം സ്ത്രീകൾക്കും ചില പെരുദോഷങ്ങൾ ഉണ്ടാകാനായി സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്തരം, മുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ആനുകൂല്യങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. പങ്കാളിക്കുണ്ടായിരുന്ന പ്രയാസങ്ങളൊക്കെ മാറി അവർക്ക് മനസ്സിന് സമാധാനമൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. കുട്ടികളെക്കുറിച്ചോർത്ത് വളരെ അഭിമാനം കൊള്ളുന്നതായ ചില അനുഭവങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എഴുത്തുകാർക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. പ്രൈവറ്റ് ബാങ്കുകൾ അല്ലെങ്കിൽ ബാങ്കുകളിൽ ജോലി ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം വലിയ ഒരു സന്തോഷകരമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിക്കുന്നവർക്കും മിലിറ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വയ്ക്കുന്നത് കൊണ്ട് പല ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ദേഹെണ്ണം അല്ലെങ്കിൽ ഹോട്ടൽ തുടങ്ങിയ പാചക ജോലികൾ ചെയ്യുന്നവർക്കും അതേപോലെ ഈവൻറ്റ് മാനേജ്മെൻറ്റ് നടത്തുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ഓർഡറുകൾ ലഭിക്കുവാനും അംഗീകാരം ലഭിക്കാനുമൊക്കെ സാധ്യതയുണ്ട്. ദൂരയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക്, വിദേശ പഠനത്തിന് ഒരുങ്ങുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരേര, ചോതി, വിശാഖം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സമാധാനം ലഭിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമാണ്. തൊഴിലിലുണ്ടായിരുന്ന നഷ്ടങ്ങൾ ഏറെക്കുറെ പരിഹരിക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ള ചില സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഇടപെടാൻ സാധ്യതയുണ്ട്. പുതിയ ഏതെങ്കിലും സംരംഭം തുടങ്ങാനിരിക്കുന്നവർക്ക് ചോതി നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ നല്ല ദിവസമായിരിക്കും. ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യങ്ങൾ, വിവാഹ കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച്, അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. കാർഷിക രംഗത്തും മേഖല രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം ആശ്വാസകരമായ ചില അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ ലോഹനിർമ്മിതമായ വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർക്ക് നഷ്ടം വരുവാനായിട്ട് സാധ്യതയുണ്ട്. ശാരീരിക ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. ചില അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സമാധാനം ലഭിക്കുന്ന പല കാര്യങ്ങളും വന്നു ചേരാം. ജോലിഭാരം കുറയുന്ന രീതിയിലുള്ള ഒരു തീരുമാനം കൈക്കൊള്ളാൻ ഉതകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. പ്രൊമോഷനുകൾ അല്ലെങ്കിൽ ശമ്പളക്കയറ്റം ഒക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് IT വിഭാഗത്തിൽപ്പെട്ടവർക്കോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ജീവനക്കാർക്കോ ഒക്കെ. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷ വരുന്ന ദിവസമാണ് ഇന്ന്. മാതാപിതാക്കളിൽ ചിലർക്ക് അസുഖങ്ങൾ ബാധിക്കുന്ന മൂലം മനക്ലേശമുണ്ടാകാനായിട്ട് സാധ്യത കാണുന്നു. ആരോഗ്യപരമായ ചില കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കാത്തത് മൂലം ചില പ്രശ്നങ്ങൾ അധികരിക്കുവാൻ സാധ്യത കാണുന്നു. അതുപോലെ പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനും പഴയ സൗഹൃദം പുനഃസ്ഥാപിക്കാനുമൊക്കെ ഇന്ന് സാധ്യതയുണ്ട്. കമിതാക്കൾക്ക് ഏറ്റവും ഉചിതമായൊരു ദിവസമായിരിക്കും ഇന്ന്. പങ്കാളികളുടെ ഉന്നമനം കണ്ട് സമാധാനിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു ദിവസവുമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ ചില തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ദിവസമായിരിക്കും. സന്താനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അതിനുതകുന്നതായ എല്ലാ സാഹചര്യങ്ങളും തെളിഞ്ഞു വരുന്ന ദിവസമാണ് ഇന്ന്. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ അംഗീകാരവും അതുപോലെ അഭിനന്ദനങ്ങളും ഒക്കെ ലഭിക്കുന്ന ദിവസമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും അഭിനന്ദനങ്ങളും ലഭിക്കുന്ന ദിവസമായിരിക്കും ഇന്ന്.
സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുമെന്ന ഒരു സമാധാനത്തിൽ എത്താൻ സാധിക്കുന്ന ദിവസമാണ്. സാമ്പത്തികമായി കിട്ടാതെ കിടക്കുന്ന ധനം ലഭിക്കുവാനുള്ള സാധ്യതയും തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് എല്ലാവിധ സാഹചര്യങ്ങളും അനുകൂലമായി കാണുന്നു. മാതാപിതാക്കളിൽ ചിലർക്ക് അരിഷ്ടത വരുവാനും അല്ലെങ്കിൽ വളരെയധികം മനക്ലേശമുണ്ടാകുന്ന രീതിയിലുള്ള ചില ബുദ്ധിമുട്ടുകൾ വരുവാനും ഒരു സാധ്യത കാണുന്നുണ്ട്. മൂലം നക്ഷത്രക്കാർക്കാണ് അത്തരത്തിലൊരു സാധ്യത ഉള്ളത്. കണ്ടകശനിക്കാലമായതുകൊണ്ട് ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. തണുത്ത ഭക്ഷണം, തണുത്ത വെള്ളം, തണുത്ത വെള്ളത്തിലുള്ള സ്നാനമൊക്കെ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ളവർക്ക് അത് അധികരിക്കുവാനായിട്ട് സാധ്യത കാണുന്നു. കഴുത്ത് വേദന മൂലം ചികിത്സയ്ക്ക് ഒരുങ്ങാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന് കഴുത്തിന് ക്ഷതമേക്കുന്ന രീതിയിലുള്ള ചില അനുഭവങ്ങൾ വന്നേക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. ഈശ്വരാധീനം ഉള്ള ഒരു ദിവസമായിരിക്കുമെന്ന് എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുന്നത് ഒരു ദിവസവും കൂടിയാണ് ഇന്ന്. അടുത്തായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസപ്രദമായ ചില അനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും ഉച്ചയ്ക്ക് ശേഷം വിപരീതമായ ഫലങ്ങളാണ് കാണുന്നത്. ഒരു നല്ല കാര്യവും തീരുമാനിക്കാൻ ഇന്നത്തെ ദിവസം ഉതകുന്നതല്ല. 2 ദിവസത്തേക്ക് അത് മാറ്റിവെക്കേണ്ടത് അത്യാവശ്യമാണ്. ഏതെങ്കിലും കാര്യത്തിൽ ഒപ്പിടുമ്പോൾ വളരെയധികം ആലോചിക്കുക. കബളിപ്പിക്കപ്പെടാൻ പറ്റിയ സാധ്യത ഉള്ള ഒരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് ചില സുഹൃത്തുക്കളോ പുതിയ ബന്ധങ്ങളോ ഒക്കെ സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. ആരോഗ്യകാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, കാർഷിക മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. അടുത്തായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പുരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും ഇന്ന്. ഉച്ചവരെ ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാമെങ്കിലും ഉച്ചയ്ക്ക് ശേഷം വ്യത്യാസം വരുന്ന ഒരു അനുഭവമാണ് ഇന്നുണ്ടാവുക. പങ്കാളിക്ക് നല്ല ഉയർച്ച വരുന്നത് കണ്ട് അല്ലെങ്കിൽ പങ്കാളിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നത് കണ്ടൊക്കെ സന്തോഷം അനുഭവിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. എന്നാൽ ഇവൻറ്റ് മാനേജ്മെൻറ്റ് അതുപോലെയുള്ള കലാകാരന്മാർക്കൊക്കെ ഇന്നത്തെ ദിവസം അത്ര അനുകൂലമായിരിക്കുകയില്ല. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി, കാല, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം പ്രതീക്ഷകളുണ്ടാകുന്ന അനുഭവങ്ങളുണ്ടാകുന്ന ദിവസമാണ്. ശാരീരികമായി ഉണ്ടായിരുന്ന ക്ലേശങ്ങൾക്കൊക്കെ പരിഹാരം ലഭിക്കുന്ന ദിവസമായിരിക്കും. പുതിയ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിന് ഉതകുന്നതായ രീതിയിൽ സാഹചര്യം തെളിഞ്ഞു വരുന്ന ദിവസമാണ്. അതേപോലെ ഗ്രഹം മോടി പിടിപ്പിക്കുവാനോ ഗ്രഹം നിർമ്മിക്കുവാനോ ഒക്കെ ഒതുങ്ങുന്നവർക്ക് വളരെ അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി മെച്ചപ്പെടാൻ സാധ്യതയുള്ളൊരു സൂചന ലഭിക്കുന്ന ദിവസമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക്, വിദേശ ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില മാറ്റങ്ങൾ അനിവാര്യമായി വന്നേക്കാം. ഏതായാലും അനുഭവങ്ങൾ എല്ലാം നല്ലതായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവരെയും ഈശ്വരൻ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.